ഹായ് ഫ്രണ്ട്സ്, അവർക്ക് ഫാസ്റ്റ് ഫുട്ബോൾ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ഫിഫ വേൾഡ് കപ്പ് 32 റൗണ്ട് മത്സരത്തിൻ്റെ ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ നിലവിലെ റണ്ണേഴ്സ് അപ്പുകളായ ഫ്രാൻസ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സ്വീഡനെ പരാജയപ്പെടുത്തുകയുണ്ടായി. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിലും അതുപോലെ മത്സരത്തിന്റെ 74-ാം മിനിറ്റിലും സൂപ്പർ താരം കിലിയൻ എംബാപ്പയാണ് ഫ്രാൻസിന് വേണ്ടി 2 ഗോളുകൾ നേടിയത്. മത്സരത്തിന്റെ 53-ാം മിനിറ്റിൽ ബാർക്കോള ഫ്രാൻസിന്റെ മൂന്നാമത്തെ ഗോളും കണ്ടെത്തുകയുണ്ടായി. ഈ മത്സരം വിജയിച്ചതോടുകൂടി അടുത്ത റൗണ്ടിലേക്ക് ഫ്രാൻസ് മുന്നേറുകയാണ്. സ്വീഡനാണെങ്കിൽ ലോകകപ്പിൽ നിന്നും പുറത്താവുകയും ചെയ്തു. ഈ മത്സരത്തിൽ ഫ്രാൻസ് ആണെങ്കിൽ 4-2-3-1 എന്ന ഫോർമാറ്റിലാണ് ടീമിനെ ഇറക്കിയിരുന്നത്. എംബാപ്പയെ മുൻനിർത്തി ഒരു ആക്രമണ തന്ത്രമായിരുന്നു ഫ്രാൻസ് ടീം തയ്യാറാക്കിയിരുന്നത്. അതേസമയം സ്വീഡനാണെങ്കിൽ 3-4-3 എന്ന ഫോർമാറ്റിലാണ് ടീമിനെ ഇറക്കിയിരുന്നത്. മുന്നേറ്റ നിരയിൽ 3 താരങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ആക്രമണമായിരുന്നു ഫ്രാൻസ് തയ്യാറാക്കിയിരുന്നത്. മത്സരത്തിൽ 61% ബാൾ പൊസിഷൻ കൈകാര്യം ചെയ്തിരുന്ന ഫ്രാൻസ് ആയിരുന്നു. 25 ഷോട്ടുകളാണ് ഫ്രാൻസ് ഇന്നലെ ഉതിർത്തത്. അതിൽ 13 ഷോട്ടുകൾ ഓൺ ടാർജറ്റിലേക്ക് എത്തുകയുണ്ടായി. അതേസമയം സ്വീഡനാണെങ്കിൽ 8 ഷോട്ടുകൾ മാത്രമാണ് ഉതിർത്തത്. അതിൽ 3 ഷോട്ടുകൾ മാത്രമാണ് ഓൺ ടാർജറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മത്സരം വിജയിച്ചതോടുകൂടി ഫ്രാൻസ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ 2 ഗോളുകൾ കൂടി നേടിയതോടുകൂടി 6 ഗോളുകളുമായി എംബാപ്പെ ഇപ്പോൾ ടോപ്പ് സ്കോറർ പതിൽ മെസ്സിയോടൊപ്പം ടോപ്പ് സ്കോറർ പദവി പങ്കിടുകയാണ്. ഈ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് ആര് സ്വന്തമാക്കുമെന്നുള്ളത് എന്തായാലും നമുക്ക് അതിൽ നിന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.